ഗായ്സ്, അങ്ങനെ നിങ്ങൾക്ക് ഏവർക്കും സ്വിറ്റ്സർലാൻഡ് വ്ളോഗിൻ്റെ പാർട്ട് 3യിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലുസേൺ സിറ്റിയിൽ നിന്ന് ബൈ പറയാം കേട്ടോ. നമ്മൾ 2 ദിവസം ലുസേണിലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇൻ്റർലാക്കലിലാണ് സ്റ്റേ ചെയ്യുന്നത്, അങ്ങോട്ട് പോകണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇന്നലെ ലിൻഡ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ലുസേൺ ഹോട്ടലിൽ നിന്ന് നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് സൂറിച്ച് വന്നിട്ട് അവിടെ നമ്മളൊരു സ്റ്റേഷനിൽ നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ലിൻഡ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഫാക്ടറി ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. അപ്പോൾ സൂറിച്ചിൽ നിന്ന് ഒരു ട്രെയിൻ എടുത്തിട്ട് ട്രെയിനിൽ നിന്നൊരു 45 മിനിറ്റ്സാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ ഏകദേശം 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പം സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് നമ്മൾ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ അടുത്തോട്ട് നീങ്ങുമായിരുന്നു. അപ്പം സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു ഇടവഴി കൂടെ പോകണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ലിൻഡ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന്. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വന്നപ്പം നമുക്ക് നമ്മുടെ മുന്നിലതാ ലിൻഡ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ മ്യൂസിയം. ഇവിടെ ഫാക്ടറി ഇത് 1899 ഈ ലിൻഡിൻ്റെ ഫാക്ടറി ഉണ്ടാക്കിയത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഒരു മ്യൂസിയം ആണ്. 2000 തുറന്നതാണ്, പബ്ലിക്കിന് വേണ്ടി തുറന്ന ഒരു മ്യൂസിയം ആണ്. ഇവിടെ ഫാക്ടറി പ്രൊഡക്ഷൻ ആണ്, തൊട്ടടുത്ത് തന്നെയാണ് ഫാക്ടറി പ്രൊഡക്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ കണ്ടില്ലേ, ഏതാണ്ട് ഇങ്ങനൊരു ബിഗ് ഫൗണ്ടൻ ഉണ്ട്, ചോക്ലേറ്റ് ഫൗണ്ടൻ കേട്ടോ. ഇതൊരു 9 മീറ്റർ താളുള്ളൊരു ബിഗ് ചോക്ലേറ്റ് ഫൗണ്ടൻ ആണ്. ലിൻഡ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഫാക്ടറി വരുന്നവരെല്ലാവരും ഇതിന് മുന്നിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും. അപ്പം നമ്മളും അതിന് മുന്നിൽ നിന്ന് എടുത്തു. അതിലേക്ക് എത്രയോ 1500 ലിറ്റേഴ്സ് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതിൽ കൂടെ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ. ക്രിസ്മസ് ആയില്ലെങ്കിലും ഞങ്ങൾ നവംബറിലായിരുന്നു പോകുന്നത്. ക്രിസ്മസിന് ഡെക്കറേഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. അപ്പം ഞങ്ങൾ പിന്നെ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറി. ഞാൻ പറഞ്ഞില്ല 1899 ഈ ഫാക്ടറി ഉണ്ടായതെങ്കിലും 2000 മുതൽ ഇതിൻ്റെ മ്യൂസിയമായിട്ട് തുറന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുമ്പം എങ്ങനെ ചോക്ലേറ്റ് നമ്മുടെ കൈ കിട്ടുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു വാളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കൊക്കോ പ്ലാന്റിൻ്റെ ഫിഗേഴ്സ്, അതുപോലെ കൊക്കോ പ്ലാന്റിൽ നിന്ന് കൊക്കോ ഉണ്ടാവുന്നത് എങ്ങനെ, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ സീഡ് എടുത്ത് എങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു ഒക്കെ നമുക്കിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഒരു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രൈൻഡിങ് മെഷീനാട്ടോ, ചോക്ലേറ്റ് ഗ്രൈൻഡിങ് മെഷീൻ. അതും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സീഡിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് എങ്ങനെ ചോക്ലേറ്റ് എടുക്കും, പിന്നെ ചോക്ലേറ്റിൻ്റെ ആദ്യകാല ഹിസ്റ്ററീസ് അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ദാണ്ട് ഇതൊരു തരം മോൾഡാണ്, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത് മോൾഡ്സ് ആണ് ചോക്ലേറ്റിന്. അതൊക്കെ നമ്മൾ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലത്തൊക്കെ നല്ല ഒരു പാനീയം പോലെ ഉപയോഗിച്ചിരുന്ന ചോക്ലേറ്റാണ്. പിന്നെ അത് ആൾക്കാർക്ക് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ ഓരോ ഡാർക്ക് ചോക്ലേറ്റിൽ, വൈറ്റ് ചോക്ലേറ്റിൽ, പിന്നെ ലൈറ്റ് ഡാർക്ക്, അതിലൊക്കെ എത്ര കണ്ടന്റ് ഷുഗർ ഉണ്ടെന്ന് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് വെച്ചിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റിൽ ഒട്ടും ചോക്ലേറ്റ് ഇല്ല, മൊത്തം ഷുഗറും ബട്ടറുമാണ്. പിന്നെ നമുക്ക് ഓരോ തരം ചോക്ലേറ്റ് നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടം പോലെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡാർക്കാണ് ഇഷ്ടമെങ്കിൽ അതെടുത്ത് ടേസ്റ്റ് ചെയ്യാം, വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ടേസ്റ്റ് ചെയ്യാം. ഓരോ ചോക്ലേറ്റ് എങ്ങനെ ഏതൊക്കെ രുചിയാണെന്ന് നമുക്കത് ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം കുറച്ച് മുന്നോട്ട് വരുമ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കാർഡമൺ, പെപ്പർ, അതുപോലെ തന്നെ ലെമൺ. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉള്ള ചോക്ലേറ്റും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഞങ്ങളെടുത്ത് കഴിച്ചു നോക്കി. ഈ ഡാർക്ക് ചോക്ലേറ്റ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം ഇങ്ങനെ നമുക്ക് ചോക്ലേറ്റ് ഒരാൾക്ക് 8 ചോക്ലേറ്റ് വെച്ച് അവർ ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചോക്ലേറ്റ് ബോൾസ് പല കളറിലുള്ള പല ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ് ഒരാൾക്ക് 8 വെച്ച് നമുക്ക് എടുക്കാം. ചുവപ്പ്, പച്ച, അങ്ങനെ പല കളറിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് എടുത്തു. അങ്ങനെ ഞങ്ങൾ 3 പേർക്കും കൂടെ 24 ചോക്ലേറ്റ് കിട്ടി. അതിനുശേഷം ആ മ്യൂസിയത്തിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങിയപ്പം നമുക്കിങ്ങനെ പണ്ട് ചോക്ലേറ്റിന് ഓരോ പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു മ്യൂസിയം ആൾക്കാർക്ക് ഇങ്ങനെ ഷോപ്പ് പോലെയാണ് ഇപ്പോൾ അത് കാണിക്കുന്നത്. 2000 ഇത് ഓപ്പൺ ചെയ്ത്. അതിൻ്റെ അപ്പുറത്താണ് 1899 തുറന്ന ലിൻഡിൻ്റെ ഫാക്ടറി വരുന്നത്. അപ്പോൾ ഇതൊരു സുവനീർ പോലെയാണ്. നമ്മളത് എടുത്തില്ല, വലിയ ക്യൂ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളവിടെ ക്യൂ നിന്ന് ആ ഒരു ഫിഗറിൽ കാണുന്ന ആളുടെ കയ്യിൽ അത് വരുമ്പോൾ നമുക്കൊരു സുവനീർ കിട്ടും ലിൻഡിൻ്റെ. അപ്പം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ലിൻഡിൻ്റെ ഏറ്റവും വലിയൊരു ബിഗ് ഒരു ഷോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു.
അപ്പം അതിൽ ഞങ്ങൾ കയറി. നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലിൻറ്റിൻ്റെ നമുക്കിവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഫ്ലേവേഴ്സ് ലിൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ചില്ലി ഫ്ലേവേർഡ് കണ്ടു. അത് ഞാൻ ബെൽജിയത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ആ ചോക്ലേറ്റ് മേടിച്ചു. അധികം അങ്ങ് എരിയില്ല, ജസ്റ്റ് ചോക്ലേറ്റ് മുളകിൻ്റെ ആ ഒരു ഫ്ലേവർ എങ്ങനെയാണ് ജസ്റ്റ് എല്ലാ തരത്തിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും നമുക്ക് ഈ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പതുക്കെ ഞങ്ങൾ ഇൻ്റർലാക്കിന് പോകാനുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. നിങ്ങൾ വിചാരിക്കും ഏതോ പ്ലേ ഗ്രൗണ്ട് ആകുന്നത്. പ്ലേ ഗ്രൗണ്ട് ഒന്നും അല്ല കേട്ടോ, ഇത് ട്രെയിനിൻ്റെ അകത്താട്ടോ. സ്വിറ്റ്സർലൻഡിൽ ചില ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ ഇങ്ങനൊരു സമ്പ്രദായമുണ്ട്. കിഡ്സിനെ ആക്റ്റീവായിട്ടിരിക്കാൻ 2-3 മണിക്കൂറുള്ള സമയത്ത് ഇങ്ങനെ ഒരു കിഡ്സ് പ്ലേ ഗ്രൗണ്ട് പോലെ ഈ ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഈ കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ ബിയറിൻ്റെയോ എന്തെങ്കിലും ടോയുടെയൊക്കെ ഷേപ്പ് കാണും. അപ്പോൾ അത് കിഡ്സും ഒരു അച്ഛനും അമ്മമാരൊക്കെ ആയിരിക്കും ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് മോൻ 2-3 hours ഭയങ്കര ആക്റ്റീവായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേറൊരു സ്റ്റേഷനിലേക്ക് ചെറിയൊരു ട്രെയിനിൽ കയറി. അവിടെ ഇതൊന്നുമില്ല കേട്ടോ, ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ മാത്രമേ ഉള്ളൂ. ഈ ട്രെയിനിൽ അങ്ങനെ പ്ലേ ഗ്രൗണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർലാക്കൻ ലക്ഷ്യമാക്കി നീങ്ങി. ഇൻ്റർലാക്കൻ്റെ അടുത്തെത്താറായി കേട്ടോ. ഇൻ്റർലാക്കൻ എന്ന് പറയുന്നത് ഇൻ്റർലാക്കൻ, അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ 2 ലേക്കിന് ഇടയ്ക്കുള്ള പ്ലേസ് ആണ് കേട്ടോ. അതായത് ഈസ്റ്റ് സൈഡിൽ ബ്രെയിൻസ് ലേക്കും അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ ത്യൂൻ ലേക്ക് എന്നും പറഞ്ഞ ഈ 2 ലേക്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്ലേസ് ആണ് ഇൻ്റർലാക്ക് എന്ന് പറയുന്നത്. ഇനി ഈ 2 ലേക്സിൻ്റെ റിവേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് അരേ എന്ന് പറഞ്ഞ റിവറും ഒഴുകുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് സിറ്റി ലൈഫ് ഒന്നും കാണണ്ട, ജസ്റ്റ് ഇങ്ങനെ ഗ്രാമഭംഗിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ വരുമ്പം സൂറിച്ചും ബേൺ അതുപോലത്തെ സിറ്റീസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നേരിട്ട് ഇൻ്റർലാക്കിനിൽ വരാം കേട്ടോ. ആ ഒരു സിറ്റി ലൈഫ്സിന് മാറിയ ഒരു വ്യത്യസ്ത ഒരു അനുഭൂതിയാണ് നമുക്ക് ഇൻ്റർലാക്കിന് വന്നപ്പോൾ കണ്ടത്. നല്ല ആൽപ്സിൻ്റെയും മരങ്ങളും പിന്നെ നല്ല വാലീസും ഡെൻസ് ഫോറസ്റ്റും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു പ്ലേസ് ആയിരുന്നു ഇൻ്റർലാക്കൻ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഇരുന്ന് തന്നെ ഇതിൻ്റെ ഭംഗി ഇങ്ങനെ കണ്ട് പതുക്കെ മുന്നോട്ട് നീങ്ങി. ഈ വീഡിയോയിൽ എത്ര നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് കാഴ്ച ഒരു നല്ലൊരു അനുഭൂതി തരുന്നതായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞു 3:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടൽ ഡ്യൂലാക്ക് എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ, ഇൻ്റർലാക്കൻ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലാണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്നത് 2 daysലേക്കിനി. അപ്പം അങ്ങനെ അവിടുന്ന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണേ. നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഇതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ നവംബർ ആയതുകൊണ്ട് അധികം സീസണൊന്നും അല്ലാത്തതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ഇവിടെയൊക്കെ കിട്ടി, അല്ലെങ്കിൽ അത്ര റേറ്റിൽ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ അതാണ് ഇതിൻ്റെ ഇപ്പോൾ ഓട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കയറും, അതൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ പറയാം. അപ്പോൾ ഇത് താഴ്വാരം പോലെയാണ് ഇൻ്റർലാക്കൻ എന്ന് പറയുന്ന പ്ലേസ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പം എപ്പോഴും 5 o'clock ആകുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുട്ടാവുമല്ലോ, ഈ വിൻ്റർ സീസൺ ആയതുകൊണ്ട്. അപ്പം കുറച്ച് അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ പ്ലേസൊക്കെ ഗ്രാമമൊക്കെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പം ബ്രെയിൻസ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. അതൊരു ബ്യൂട്ടിഫുൾ വില്ലേജാണ് എന്ന് അറിഞ്ഞു. അപ്പം ഞങ്ങൾ എന്താ വിചാരിച്ചു അവിടെ വരെ പോകാമെന്ന്. അപ്പോൾ അവിടത്തേക്ക് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങോട്ട് ലക്ഷ്യമാക്കി പോയി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. വീടുകളൊക്കെ കണ്ടില്ലേ, നല്ല സിമെട്രി പോലെ വുഡൻ വീടുകളായിരുന്നു. എല്ലാ വീടുകളും ഒരുപോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വുഡൻ വെച്ചിട്ടാണ് ഈ വീടുകൾ, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും. എല്ലാം വുഡൻ വീടുകളായിരുന്നു ഇവിടെ. അപ്പം ഈ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഈ വില്ലേജിൽ ഒരു ബ്രിൻഗേസ്, എൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയത്തില്ല, ബ്രിൻഗേസ് എന്തോ ആണ്. അത് ഒരു പ്രാവശ്യം യൂറോപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ വില്ലേജിനുള്ളൊരു അവാർഡ്, ആ സ്ട്രീറ്റിന് അവാർഡ് കിട്ടിയായിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ അത് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടില്ലേ ഇങ്ങനെ ആ ഒരു റിവർ കാണാം. ആ റിവറിൻ്റെ ചുറ്റും ആൽപ്സ് മുകളിൽ കാണാം. ആ റിവറിൻ്റെ ഒക്കെ കളറ് കണ്ടില്ലേ, ഒരു ബ്ലൂയിഷ് ആ ഒരു കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയി. ഈ ബ്രെയിൻസ് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ബിഗ് വില്ലേജാണ്. അതിനകത്തൊരു സ്ട്രീറ്റ് ആ ഒരു ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ പോകുന്നത്.
അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് നിൽക്കണം, അവിടെ വരെ ബസ് വരും. പിന്നെ അടുത്ത റോഡെന്ന് പറഞ്ഞാൽ കുറച്ച് ഇടുങ്ങിയ വഴി, അപ്പോൾ അവിടത്തേക്ക് നമ്മൾ വേറെ സ്മോൾ ബസ് പിടിക്കണം. അപ്പോൾ അത് കാത്തു നിന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ലേ ഡൗൺ ചെയ്തപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാനൊന്ന് പകർത്തി. അങ്ങനെ ഞങ്ങൾ ആ വില്ലേജിലെത്തി. ഇവിടുത്തെ എല്ലാം ഇത് ഭയങ്കര സ്ട്രീറ്റ് ഭയങ്കര ഫേമസ്, ഒരു പക്ഷേ അവാർഡ് കിട്ടിയിട്ടുണ്ട് വേൾഡ് ബ്യൂട്ടിഫുൾ വില്ലേജ് എന്നുള്ള. അപ്പോൾ ഇവിടെ കണ്ട എല്ലാ വീടും ഒരുപോലെ വുഡൻ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വീടുകൾ, ചുറ്റും ഇങ്ങനെ അതിൻ്റെ സൈഡിലും ഒക്കെ ഇങ്ങനെ പൂക്കൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സ്ട്രീറ്റ് അങ്ങോട്ട് കയറുമ്പോൾ എല്ലാം ഒരുപോലെയാണ്. ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ മുന്നോട്ട് പോയിട്ട് പിന്നെ കുറച്ച് സന്ധ്യ ആവാറായതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വന്നു. നല്ല രസമുണ്ടായിരുന്നു. ചില വീട്ടിലൊന്നും ആളില്ല, ചില വീട്ടിലൊക്കെ ആരോ 1-2 പേരൊക്കെ ഉണ്ട്. ചുറ്റും ഇങ്ങനെ പൂക്കളും ചുവപ്പും മഞ്ഞയും പച്ചയും കളറിലെ പൂക്കളും നല്ല ഭംഗി. നമ്മളിങ്ങനെ വരച്ച് വെക്കത്തില്ലേ പിക്ചറിൽ, അതേപോലെ വീട് പണിഞ്ഞ പോലെ ഉണ്ട്. പിക്ചറിലെടുത്ത് ഇങ്ങോട്ട് വീടാക്കി വെച്ച പോലെ. എന്ത് വൃത്തി, എന്ത് ഭംഗി, നല്ല രസമുണ്ടായിരുന്നു. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു വീടുകൾ. വീടാണോ അതോ നമുക്ക് സംശയമായിപ്പോവും, അപ്പോൾ പിക്ചറാണോ, നല്ല ഭംഗി. അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നടന്നു. കുറേ ദൂരമൊന്നും പോയില്ല കേട്ടോ, കുറച്ച് ദൂരമൊക്കെ അവിടുന്ന് എല്ലാം അങ്ങോട്ട് സ്ട്രീറ്റ് എല്ലാം ഒരുപോലെ വീടുകളൊക്കെ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് താഴോട്ട് തന്നെ വന്നു. അത് കഴിഞ്ഞ് ഇന്ന് അവിടെ എന്തോ മാർക്കറ്റ് നടക്കുന്നുണ്ടായിരുന്നു ആ വില്ലേജിൽ. അപ്പോൾ അതിൻ്റെ തിരക്കും ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിട്ട്, നമ്മൾ നോർമൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ യൂറോപ്പിലെ മാർക്കറ്റിൽ അതേപോലെ അന്നത്തെ എന്തോ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇങ്ങനെ കളിക്കുന്ന കുട്ടികൾ അതിൽ ഉത്സാഹിക്കുന്നു, ആൾക്കാർ ഷോപ്പിംഗ് നടത്തുന്നു, കുറേ കഴിക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ നോക്കി. മോൻ ഇതേപോലത്തെ ഈ കാർ റേസിങ്ങിൽ മോനും പപ്പയും കൂടെ ഒന്ന് കയറുകയും ചെയ്തു. അവനും അങ്ങ് ഹാപ്പിയായി. ഭയങ്കര സ്പീഡിൽ റേസ്, ഭയങ്കര ഹാരത്തോടായിരുന്നു ആൾക്കാർ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഉത്സവപ്പറമ്പിൻ്റെ ഒരു അനുഭൂതി പോലെ അങ്ങ് ലൈറ്റും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ട് പതുക്കെ. ഇനി നമുക്ക് 6:30 ഉള്ളൂ എന്ന് തോന്നുന്നു ബസ്. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ബസ്സിൽ കയറണം, ആ ബസ്സിൽ കയറിയിട്ട് പിന്നെ നമുക്ക് അടുത്ത വലിയ ബിഗ് ബസ് ഇൻ്റർലാക്കിലുള്ളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സ്റ്റോപ്പിൽ ഞങ്ങൾ വന്ന് നിന്നു. ആ സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോഴത്തേക്കും നമ്മുടെ സൂര്യാസ്തമം ആവാറായിരുന്നു കേട്ടോ. 5 മണിയായിട്ടുള്ള സമയം എന്ന് ഓർക്കണം. അപ്പോഴത്തേക്കും ഇങ്ങനെ ഭംഗി, നല്ല രസമുണ്ടായിരുന്നു. ആ ലേക്കും ആൽപ്സിൻ്റെയും പിന്നെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ആ ഒരു ഭംഗി, നല്ല ഭംഗിയുണ്ട്. അതൊക്കെ വീഡിയോയിൽ എടുത്തിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങി. ഇനി അടുത്ത ബാക്കി ഇന്റർലാക്കൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ ബൈ ബൈ, സീ യു.